എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന +1 ഹയർ സെക്കൻഡറി സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെന്റ് റിസൾട്ട് തിങ്കളാഴ്ച മുതൽ അഡ്മിഷൻ നേടാൻ സാധിക്കുന്ന തരത്തിൽ പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികളുടെ റിസൾട്ട് നാളെയോടെ പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ നാളെ വൈകുന്നേരത്തോടെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ തിങ്കളാഴ്ച മുതൽ ചൊവ്വാഴ്ച ഉച്ച വരെയോ അല്ലെങ്കിൽ ചൊവ്വാഴ്ച വൈകുന്നേരം 4 മണി വരെയോ ആയിരിക്കും അഡ്മിഷൻ ഉണ്ടാവുക. അപ്പോൾ അഡ്മിഷൻ എടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ചിലപ്പോൾ 4 മണി വരെയോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് 2 മണി വരെയോ ആവാനാണ് സാധ്യത. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു തിങ്കളാഴ്ച മുതൽ അഡ്മിഷൻ അതായത് ട്രാൻസ്ഫർ ലഭിച്ച സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതാണ്. ഇനി ഒരു തേർഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ളത് വിദ്യാർത്ഥികളെ അറിയിക്കുകയാണ്. കാരണം ഇനി സ്പോട്ട് അഡ്മിഷനാണ് ഉള്ളത്. അപ്പോൾ തിങ്കളാഴ്ച സ്പോട്ട് അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള വേക്കൻസി ലിസ്റ്റ് തിങ്കളാഴ്ച ചൊവ്വാഴ്ച അതായത് ജൂലൈ 6-ാം തീയതി ഉച്ചയോടെ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഉച്ചയ്ക്ക് 2 മണി വരെയോ അല്ലെങ്കിൽ വൈകുന്നേരം 4 മണി വരെ ആയിരിക്കും ഈ ഒരു ട്രാൻസ്ഫറിൻ്റെ ആ ഒരു അഡ്മിഷൻ ഉണ്ടായിരിക്കുക. അത് കൃത്യമായിട്ട് വിദ്യാർത്ഥികളെ അറിയിക്കുന്നതാണ്. അപ്പോൾ അഡ്മിഷൻ എടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് സംബന്ധിച്ച് ചെറിയൊരു മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നാൽ വിദ്യാർത്ഥികൾക്ക് തിങ്കളാഴ്ച മുതൽ ചൊവ്വാഴ്ച ഉച്ചവരെയോ അല്ലെങ്കിൽ വൈകുന്നേരം 4 മണി വരെ ആയിരിക്കും അഡ്മിഷൻ ഉണ്ടായിരിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫർ ലഭിക്കുകയാണെങ്കിൽ തിങ്കളാഴ്ച തന്നെ പോയിട്ട് നിങ്ങൾ അഡ്മിഷൻ നേടാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് എങ്ങനെ പരിശോധിക്കാം എന്നുള്ളത് വിദ്യാർത്ഥികൾക്ക് അടുത്തതായിട്ട് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് hscap.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം റിസൾട്ട് വന്നു കഴിഞ്ഞാൽ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ പാസ്വേഡ്, ജില്ല എന്നിവ നൽകി ലോഗിൻ ചെയ്യുക. നിങ്ങൾ സ്പോർട്സ് കോട്ടയുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയുമാണ് ഉപയോഗിച്ചത് ഈ ഒരു ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് സ്പോർട്സ് കോട്ടയിലായിരുന്നു അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നതെങ്കിൽ സ്പോർട്സ് കോട്ടയുടെ ലോഗിനും അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ SWSY മെറിറ്റ് കോട്ടയിലാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളതെങ്കിൽ ആ ഒരു മെറിറ്റ് കോട്ടയുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും നൽകി ലോഗിൻ ചെയ്യേണ്ടതാണ്. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ കൺഗ്രാജുലേഷൻസ്, യു ഹാവ് ഗോട്ട് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്നും ഏത് സ്കൂളിൽ അതുപോലെ തന്നെ ഏത് കോഴ്സിൽ അതുപോലെ എത്രാമത്തെ ഓപ്ഷനിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് അതിൽ നൽകിയിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ സോറി യു ഹാവ് നോ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞുകൊണ്ട് ചുവപ്പ് കളറിൽ കാണാൻ സാധിക്കും. അഥവാ നിങ്ങൾ ആപ്ലിക്കേഷൻ കൺഫേം ചെയ്യാൻ വിട്ടുപോയിട്ടുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ യുവർ ആപ്ലിക്കേഷൻ നോട്ട് കൺഫേംഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതുപോലെ ഹെൻസ് യുവർ ആപ്ലിക്കേഷൻ ഡസ് നോട്ട് കൺസിഡർ ഫോർ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞുകൊണ്ടും കാണാൻ സാധിക്കും. അതായത് നിങ്ങളുടെ അപേക്ഷ അഥവാ നിങ്ങൾ കൺഫേം ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളുടെ അപേക്ഷ കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിനാൽ ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് നിങ്ങളെ പരിഗണിച്ചിട്ടില്ല എന്നാണ് അതിന് ഇപ്പോൾ പറഞ്ഞ ഒരു ഇംഗ്ലീഷിൽ പറഞ്ഞിട്ടുള്ള അതിന് അർത്ഥം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ ലഭിച്ചിട്ടില്ല എങ്കിലും നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട് റിസൾട്ട്സ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് യുവർ റാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ റാങ്കും അതുപോലെ തന്നെ അവിടെ അലോട്ട്മെൻറ്റ് ലഭിച്ച അലോട്ട്മെൻറ്റ് ലഭിച്ച ട്രാൻസ്ഫർ കിട്ടിയുള്ള ആ ഒരു വിദ്യാർത്ഥിയുടെ റാങ്കും നിങ്ങൾക്ക് മനസ്സിലാക്കാം. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് പ്രിൻറ്റ് അലോട്ട്മെൻറ്റ് ലെറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിലവിൽ പഠിക്കുന്ന സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചതെങ്കിൽ, അതായത് ഇപ്പോൾ നിലവിൽ പഠിക്കുന്ന സ്കൂളിൽ നിങ്ങൾ കൊമേഴ്സോ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസോ ആണ്, അതിൽ നിന്നും ബയോളജി സയൻസിലേക്കോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊമേഴ്സിലേക്കോ ഹ്യൂമാനിറ്റീസിലേക്കോ ഒക്കെയാണ് ആ ഒരു സെയിം സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സിലേക്കാണ് മാറ്റം കിട്ടിയിട്ടുള്ളതെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് എക്സ്ട്രാ വല്ല ഫീസ് വരികയാണ് എങ്കിൽ വിദ്യാർത്ഥികൾ ആ ഒരു ഫീസ് അടച്ചാൽ മതി. അതുപോലെ തന്നെ ഈ ഒരു ഫീസ് എക്സ്ട്രാ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏകദേശം ഒരു 100 മുതൽ 200 രൂപ വരെയൊക്കെയാണ് വരികയുള്ളൂ. നിങ്ങൾക്കിപ്പോൾ ഈ ഒരു കൊമേഴ്സിൽ നിന്ന് സയൻസിലേക്കോ കമ്പ്യൂട്ടർ സയൻസിലേക്കോ ആണ് കിട്ടുന്നതെങ്കിൽ ഏകദേശം 100 മുതൽ 150 രൂപ വരെയൊക്കെയാണ് വരിക. അതായത് മിനിമം ജസ്റ്റ് 100 അല്ലെങ്കിൽ 200 രൂപ അതിനുള്ളിൽ മാത്രമേ വരുള്ളൂ. അതുപോലെ തന്നെ ഇതുവരെ യൂണിഫോം വാങ്ങിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ യൂണിഫോം വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഇനിയൊരു ട്രാൻസ്ഫർ ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റൊരു സ്കൂളിലേക്കാണ് ട്രാൻസ്ഫർ കിട്ടിയുള്ളത്. അതായത് ഇപ്പോൾ നിലവിൽ പഠിക്കുന്ന സ്കൂളിൽ നിന്നും മറ്റൊരു സ്കൂളിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ജില്ലയിലേക്കോ ആണ് കിട്ടിയിട്ടുള്ളത് എന്ന് കരുതുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ നിലവിൽ പഠിക്കുന്ന ഈ ഒരു സ്കൂളിലെ അഡ്മിഷൻ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആവുകയും പുതുതായിട്ട് നിങ്ങൾക്ക് എവിടെയാണോ കിട്ടിയത് ആ ഒരു സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കുകയും ചെയ്യേണ്ടതാണ്. അതുപോലെ നിലവിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള സ്കൂളിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു അഡ്മിഷൻ ഫീസ് ഒഴികെയുള്ള എല്ലാവിധ ഡോക്യുമെൻറ്റുകളും നിങ്ങൾക്ക് തിരിച്ചു തരികയും അതുപോലെ തന്നെ PTA ഫണ്ട്, കോഷൻ ഡെപ്പോസിറ്റ് എന്നിവ നിങ്ങൾക്ക് തിരിച്ചു തരികയും ചെയ്യുന്നതാണ്. എന്നാൽ അഡ്മിഷൻ ഫീസ് തിരിച്ചു തരുന്നതല്ല. അത് വിദ്യാർത്ഥികൾ പുതുതായിട്ട് അഡ്മിഷൻ നേടാൻ പോകുന്ന സ്കൂളിൽ, അത് മറ്റൊരു സ്കൂളിലോ മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലോ അല്ലെങ്കിൽ മറ്റൊരു ജില്ലയിലെ സ്കൂളിലോ ആണ് കിട്ടിയതെങ്കിൽ നിങ്ങൾ ആ ഒരു സ്കൂളിൽ പോകുന്ന സമയത്ത് ആദ്യം അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അടച്ചിട്ടുണ്ടായിരുന്ന അഡ്മിഷൻ ഫീസിൻ്റെ റിസീപ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടാവും. അപ്പോൾ ആ റിസീപ്റ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് തിരിച്ചു തന്നിട്ടുള്ള PTA ഫണ്ട്, കോഷൻ ഡെപ്പോസിറ്റ് എന്നിവയും അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവിധ ഡോക്യുമെൻറ്റും, അതായത് SSLC സർട്ടിഫിക്കറ്റ്, TC, സ്വഭാവ സർട്ടിഫിക്കറ്റ് അതുപോലുള്ള നിങ്ങൾ നൽകിയിട്ടുള്ള എല്ലാവിധ ഡോക്യുമെൻറ്റുകളും നിങ്ങൾക്ക് തിരിച്ചു തരും. അപ്പോൾ ആ ഒരു ഡോക്യുമെൻറ്റ്സും അതുപോലെ തന്നെ കോഴ്സ് മാറ്റത്തിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് വല്ല കോഴ്സ് ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ കോഴ്സ് മാറ്റത്തിൻ്റെ ഫലമായിട്ട് എക്സ്ട്രാ വല്ല ഫീ പേയ്മെൻറ്റ് വരികയാണെങ്കിൽ ആ ഒരു ഫീ പേയ്മെൻറ്റ് കൂടി അടച്ചുകൊണ്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ ജോയിൻ ചെയ്യേണ്ടതാണ്.
അതുപോലെ തന്നെ ആ ഒരു സ്കൂളിലെ യൂണിഫോം വാങ്ങിക്കാനായിട്ട് ഏകദേശം ഒരു 1000-1500 രൂപയോളം ഫീസ് വരുന്നതാണ്. അപ്പോൾ അതുകൂടി എക്സ്ട്രാ നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കേണ്ടതാണ്. സൂക്ഷിക്കാനല്ല, ജസ്റ്റ് എടുത്തിട്ട് പോവേണ്ടതാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്ററും എടുക്കേണ്ടതാണ്. നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച നിലവിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള സ്കൂളിൽ നിന്നും മറ്റൊരു കോഴ്സിലേക്ക് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് നിങ്ങൾ എക്സ്ട്രാ ഫീസ് മാത്രം നൽകിയാൽ മതിയാകും. എന്നാൽ മറ്റൊരു സ്കൂളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾ പോകുന്ന സമയത്ത്, അതായത് പുതുതായിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുത്ത സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് നിലവിൽ അഡ്മിഷൻ നേടിയിട്ടുണ്ടായിരുന്ന സ്കൂളിൽ നിന്നും നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ തിരിച്ചു വാങ്ങി പുതുതായിട്ട് എവിടെയാണോ കിട്ടിയിട്ടുള്ളത് അവിടെ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അപ്പോൾ നിലവിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുള്ള സ്കൂളിൽ നിന്നും മറ്റൊരു കോഴ്സിലേക്ക് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് വല്ല ഫീ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് മാത്രം അടച്ചാൽ മതിയാകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിലവിലെ സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സിലേക്കാണ് മാറ്റം ലഭിച്ചതെങ്കിൽ നിങ്ങളുടെ രക്ഷിതാവിനെ കൂട്ടിയിട്ട് പോവേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾ തന്നെ അങ്ങ് പോയിട്ട് ആ ഒരു എക്സ്ട്രാ ഫീ ഉള്ളത് അടച്ചാൽ മതി. അതേസമയം നിങ്ങൾക്ക് മറ്റൊരു സ്കൂളിൽ കിട്ടിയിട്ടുള്ളതാണെങ്കിൽ, മറ്റൊരു സ്കൂളിലേക്ക് ട്രാൻസ്ഫർ കിട്ടിയതാണെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ രക്ഷിതാവിനെയും കൂടി കൂട്ടേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ അപേക്ഷിക്കുകയും എന്നാൽ ട്രാൻസ്ഫർ കിട്ടാതിരിക്കുകയും ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നിലവിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള സ്കൂളിൽ തന്നെ തുടർന്ന് പഠിക്കാവും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നിലവിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള സ്കൂളിൽ നിന്നും അതേ സ്കൂളിലെ തന്നെ മറ്റൊരു കോഴ്സിലേക്കോ, നിലവിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള സ്കൂളിൽ നിന്നും മറ്റൊരു സ്കൂളിലേക്കോ, അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കോ, അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിൽ നിന്നും, അതായത് നിലവിലെ സ്കൂളിൽ നിന്നും മറ്റൊരു ജില്ലയിലേക്കോ ആണ് നിങ്ങൾ ട്രാൻസ്ഫറിനായിട്ട് അപേക്ഷിച്ചിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടില്ല എന്ന് കരുതുക. അതായത് ഇപ്പോൾ നിലവിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള സ്കൂളിൽ നിന്നും നിലവിലെ സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്ക്, അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലേക്ക്, അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്ക്, അതുപോലെ തന്നെ മറ്റൊരു ജില്ലയിലെ സ്കൂളിലേക്കാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ നിങ്ങൾക്ക് എവിടെയും ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ല എങ്കിൽ നിലവിൽ അഡ്മിഷൻ എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ തുടർന്ന് പഠിക്കാൻ സാധിക്കും. അതായത് ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ല എങ്കിലും നിങ്ങൾക്ക് നിലവിൽ അഡ്മിഷൻ ലഭിച്ച സ്കൂളിൽ, അതായത് ഓൾറെഡി നിങ്ങളുടെ അഡ്മിഷനുള്ള സ്കൂളിലുള്ള അഡ്മിഷൻ നഷ്ടപ്പെടുന്നതല്ല. എന്നാൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ നിലവിലെ അഡ്മിഷൻ നഷ്ടപ്പെടുന്നതായിരിക്കും. അതായത് ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ മറ്റൊരു കോഴ്സിലേക്കോ സ്കൂളിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു ജില്ലയിലേക്കോ ട്രാൻസ്ഫർ അനുവദിക്കുന്ന സമയത്ത് ഇവിടെ അഡ്മിഷൻ കിട്ടുന്ന സമയത്ത് ആദ്യം ലഭിച്ച സീറ്റ് പോവുകയും ഇവിടെ മറ്റൊരു വിദ്യാർത്ഥിക്ക് അവിടേക്ക് ട്രാൻസ്ഫർ നൽകുകയും ചെയ്യും, അല്ലെങ്കിൽ അവിടെ വേക്കൻസി ആയിട്ട് ഒഴിച്ചിടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.